എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്പല്ലി തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീ കുറച്ച് വെച്ച് വേണം തേങ്ങ ചൂടാക്കിയെടുക്കാനായിട്ട്. തേങ്ങ ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണിന് 1 സ്പൂണ് എരിവ് കുറഞ്ഞ മുളക് പൊടിയും ചെറിയ സ്പൂണിന് തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. പൊടികളെല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇത് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് അല്പം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എരിവുള്ള 2 പച്ചമുളകും കൂടി ചൂടാക്കിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും അല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ച് ഇത് നന്നായി തിളച്ച ശേഷം മീനിട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീനിട്ട് കൊടുത്ത ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.